ഹലോ എവരിവൺ, വെൽക്കം ടു ഗൈഡ്ലൈൻ എഡ്യൂക്കേഷൻ. ഇന്നത്തെ ഈ ഒരു സെഷനിൽ സ്വയം ഓൺലൈൻ കോഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സ്വയമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു പാർട്ടിൽ നമ്മൾ സ്വയം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്തത് അല്ലേ. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ സ്വയം ചെയ്യുന്നത്, നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ സിലബസിൽ എവിടെയാണ് നമുക്ക് സ്വയം സ്പെസിഫൈ ചെയ്തിട്ടുള്ളത്, അങ്ങനെയുള്ള അതുപോലെ സ്വയത്തിൽ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പാർട്ട് 1 ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇനി എങ്ങനെയാണ് സ്വയത്തിൽ അസൈൻമെൻറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ബട്ട് അതിനു മുമ്പായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ ഡിസ്കസ് ചെയ്യാനുണ്ട്. നമ്മുടെ യൂണിവേഴ്സിറ്റി പുതുതായിട്ട് ചില അപ്ഡേഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ ഡിസ്കസ് ചെയ്തതിന് ശേഷം നമുക്ക് പാർട്ട് 2 പോകാം കേട്ടോ. യൂണിവേഴ്സിറ്റിയുടെ പുതിയ സർക്കുലർ പ്രകാരം സ്വയം എന്ന കോഴ്സ് നിങ്ങൾ ചെയ്യൽ കമ്പൽസറി ആയിട്ടുള്ളൊരു ഫാക്ടറല്ല. അതായത് നിങ്ങൾക്ക് ഓപ്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയം എന്ന് പറഞ്ഞിട്ടുള്ള ഓൺലൈൻ കോഴ്സ് ചൂസ് ചെയ്യാം, അതല്ലെങ്കിൽ TNTU പ്രൊവൈഡ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഓൺലൈൻ കോഴ്സ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതുമല്ലെങ്കിൽ യോഗ, ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്ന ടോപ്പിക്കിൻ്റെ ബേസിൽ നിങ്ങളൊരു റെക്കോർഡ് സബ്മിറ്റ് ചെയ്താൽ മതി. നമ്മൾ ഓൾറെഡി 3rd സെമിസ്റ്ററിൽ നമുക്ക് 20+ റെക്കോർഡ്സ് സബ്മിറ്റ് ചെയ്യാനുണ്ട് അല്ലേ. അതിൻ്റെ കൂടെ തന്നെ സ്വയം എന്ന കോഴ്സിന് പകരമായിട്ട് യോഗ, ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്ന ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു റെക്കോർഡ് കൂടെ നിങ്ങൾ എക്സ്ട്രാ കീപ്പ് ചെയ്താൽ മതി. അത് അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ടെക്നോളജി റെക്കോർഡ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ മതി. അതായത് സ്വയം എന്ന ഓൺലൈൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് പകരമായിട്ട് നിങ്ങൾക്ക് പുതുതായിട്ട് 4 ഓപ്ഷൻസ് കൂടെ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ സ്വയം കംപ്ലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ TNTU ഓഫർ ചെയ്യുന്ന ഓൺലൈൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാം, അതും അല്ലെങ്കിൽ യോഗ, ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്യാം, അതും അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ടെക്നോളജി റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, യോഗ, ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്ന റെക്കോർഡാണ് നിങ്ങൾ എഴുതാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അത് ഞാനൊന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും എഴുതുന്നുണ്ടെങ്കിൽ ഈ ഒരു പാറ്റേണിൽ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ ടെക്നോളജി ബേസ് ചെയ്തിട്ടുള്ള റെക്കോർഡാണ് നിങ്ങൾ എഴുതാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൽ ഏതൊക്കെ കണ്ടൻറ്റുകളാണ് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടുള്ള സർക്കുലറാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. അതായത് നിങ്ങൾക്ക് സ്വയം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഴ്സ് ചെയ്യൽ കമ്പൽസറി ആയിട്ടുള്ള കാര്യമല്ല. നിങ്ങൾ ഇതിലേതെങ്കിലും ഒരു ഓപ്ഷൻ ചൂസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കോളേജുമായിട്ട് ഡിസ്കസ് ചെയ്ത് നിങ്ങളുടെ കോളേജിൽ നിന്ന് എന്താണോ പറയുന്നത് അതിനനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ. പാർട്ട് C കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ പാർട്ട് 1 നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണല്ലേ. അതായത് സ്വയത്തിൽ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ID ചോദിക്കുന്ന സമയത്ത് I don't have ABC ID എന്നുള്ളത് കൊടുക്കാനാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. ബട്ട് ഇപ്പോഴത്തെ പുതിയ അപ്ഡേഷൻ അനുസരിച്ചിട്ട് എല്ലാ സ്റ്റുഡൻസിനും ഒരു ID കമ്പൽസറി ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്വയത്തിൽ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് I don't have ABC ID എന്ന് കൊടുക്കുന്നതിന് പകരം I have ABC ID എന്ന് കൊടുത്തിട്ട് നിങ്ങളുടെ ABC ID ടൈപ്പ് ചെയ്യാണ് വേണ്ടത്. ABC ID എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് ഒരു വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിച്ചാൽ മതി. നമുക്കൊരു വീഡിയോ ചെയ്യാവുന്നതാണ് കേട്ടോ. ജസ്റ്റ് യൂണിവേഴ്സിറ്റി കൊടുത്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എങ്ങനെയാണ് ABC ID ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ABC ID കമ്പൽസറി അല്ല, I don't have ABC ID എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ മതി എന്ന് പറഞ്ഞ സമയത്ത് നമുക്കിതുപോലെ ഒരു സർക്കുലർ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ഫസ്റ്റ് പാർട്ടിൽ ആ ഒരു രീതിക്ക് നിങ്ങളോട് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത കുട്ടികൾ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ പുതിയൊരു കോഴ്സ് ജോയിൻ ചെയ്യുന്ന സമയത്ത് വീണ്ടും നിങ്ങൾക്ക് ആ ഒരു ഫോം വരും. ആ ഒരു സമയത്ത് എഡിറ്റ് ചെയ്ത് ചേർക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഓൾറെഡി ആ ഒരു ഫോമാറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന് അതിൽ അപ്ഡേഷൻസ് വരുത്താവുന്നതാണ് കേട്ടോ. ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, അടുത്തതായി സ്വയത്തിൽ എങ്ങനെയാണ് അസൈൻമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് നോക്കാനുള്ളത്. അതിനായി സ്വയത്തിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ കയറി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലുള്ള 3 ബാറുകൾ കാണാം, ഹൊറിസോണ്ടൽ ആയിട്ടുള്ള. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൈ കോഴ്സസ്, മൈ സർട്ടിഫിക്കേഷൻ, അബൌട്ട് സ്വയം, ഓൾ കോഴ്സസ് എന്നുള്ള കുറച്ച് ഓപ്ഷൻസ് കാണാം. അതിൽ മൈ കോഴ്സസിൽ പോവാം. അപ്പോൾ നിങ്ങൾ ഓപ്റ്റ് ചെയ്തിട്ടുള്ള കോഴ്സുകളൊക്കെ കാണാൻ പറ്റുന്നതാണ്. അതിൽ ഏത് കോഴ്സിൻ്റെയാണോ നിങ്ങൾക്ക് അസൈൻമെൻറ്റ് ചെയ്യേണ്ടത് ആ ഒരു കോഴ്സിലെ ഗോ ടു കോഴ്സ് എന്നുള്ള ഓപ്ഷനിലോട്ട് പോവാം കേട്ടോ. അസൈൻമെൻറ്റ്സ് നോക്കുമ്പോൾ ഓരോ കോഴ്സും ഓരോ ഫോമാറ്റിലാണ് അസൈൻമെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ചില കോഴ്സുകളിൽ എങ്ങനെയാണ് അസൈൻമെൻറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളുടെ കോഴ്സിൽ ഏത് ഫോർമാറ്റിലാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതെന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് വൺ എഡ്യൂക്കേഷണൽ മീഡിയ നീഡ്സ് ക്ലാസിഫിക്കേഷൻ ആൻഡ് പ്ലാനിങ് എന്നുള്ള കോഴ്സാണ് നോക്കുന്നത്. അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കാണാം ഫസ്റ്റ് കോഴ്സിൻ്റെ കണ്ടൻറ്റുകളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ലാസ്റ്റാണ് അസസ്മെൻറ്റ്, ക്വിസസ് ആൻഡ് അസൈൻമെൻറ്റ് എന്നുള്ള ഫോമാറ്റിൽ അസസ്മെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്.
ആ ഒരു ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ വീക്കിലെയും അസസ്മെൻറ്റുകൾ കൊടുത്തിരിക്കുന്നത് കാണാം കേട്ടോ. കോഴ്സുകളിൽ ഇതുപോലെ ഫസ്റ്റ് കോഴ്സിൻ്റെ കണ്ടൻറ് പാർട്ടുകളൊക്കെ കൊടുത്തതിന് ശേഷം ലാസ്റ്റ് അസസ്മെൻറ്റ്, ക്വിസസ് ആൻഡ് അസൈൻമെൻറ്റ് എന്നുള്ള ഫോമാറ്റിൽ കൊടുക്കാറുണ്ട്. ക്വിസസിൽ പോയി കഴിഞ്ഞാൽ ഇതുപോലെ ഓരോ ക്വസ്റ്റ്യൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും, അതിന് ഓപ്ഷൻസും ഉണ്ടായിരിക്കും. കറക്റ്റായി ഫീൽ ചെയ്യുന്ന ആൻസർ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓരോ അസൈൻമെൻറ്റിനും ഡ്യൂ ഡേറ്റ് ഉണ്ടായിരിക്കും. ആ ഡ്യൂ ഡേറ്റിന് മുന്നായിട്ട് നിങ്ങൾ ഈ ഒരു അസൈൻമെൻറ്റ് കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. ടോട്ടൽ 5 അസൈൻമെൻറ്റ് ഉണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 3 അസൈൻമെൻ്റ് എങ്കിലും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ കേട്ടോ. കാരണം അസൈൻമെൻറ്റിന് ഔട്ട് ഓഫ് 30ൽ മിനിമം 10 മാർക്കെങ്കിലും സ്കോർ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ സ്വയം എക്സാം പാസ്സാവില്ല. ചില കോഴ്സുകളിൽ കണ്ടൻറ് പാർട്ട് കൊടുത്ത് ലാസ്റ്റ് അസൈൻമെൻറ്റ് കൊടുക്കുന്നതിന് പകരമായിട്ട് ഇങ്ങനെ ഓരോ യൂണിറ്റുകൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. യൂണിറ്റ് 1, യൂണിറ്റ് 2, യൂണിറ്റ് 3 അങ്ങനെ ഓരോ യൂണിറ്റുകൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓരോ യൂണിറ്റിൻ്റെയും അകത്തായിട്ടാണ് ക്വിസുകൾ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ യൂണിറ്റ് 1 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യൂണിറ്റ് 1ലെ ക്വിസ് ലാസ്റ്റ് പാർട്ടായിട്ട് കാണാം. അതായത് ഫസ്റ്റ് കണ്ടൻറ് പാർട്ട് ഡിസ്കസ് ചെയ്ത് ലാസ്റ്റ് എല്ലാ കണ്ടൻറ് പാർട്ടിൻ്റെയും അസൈൻമെൻറ്റ് കൊടുക്കുന്നതിന് പകരമായിട്ട് ഓരോ യൂണിറ്റിലെയും അസൈൻമെൻറ്റുകൾ ആ യൂണിറ്റിൻ്റെ കണ്ടൻറ് പാർട്ട് കഴിഞ്ഞതിന് ശേഷം തന്നെ കൊടുക്കുന്ന ഫോർമാറ്റിൽ. അപ്പോൾ നിങ്ങളുടെ കോഴ്സ് ഈ ഒരു ഫോർമാറ്റിലുള്ളതാണെങ്കിൽ കണ്ടൻറ് പാർട്ടുകൾ നിങ്ങൾ ചെക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ക്വിസ് കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ ചില കോഴ്സുകളിൽ ഈ ടൈപ്പ് ആയിരിക്കും ഉണ്ടാവുക. ഓരോ യൂണിറ്റിൻ്റെയും ഉള്ളിൽ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യണം. സെയിം ടൈപ്പിൽ തന്നെയായിരിക്കും ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. ഡ്യൂ ഡേറ്റിന് മുമ്പായിട്ട് അസൈൻമെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാണ് വേണ്ടത്. ഇനി ചില ടൈപ്പ് ഓഫ് കോഴ്സിൽ ഒബ്ജക്റ്റീവ് ടൈപ്പിന് പുറമെ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരിക്കും. അതായത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിന് പുറമെ ഡിസ്ക്രിപ്റ്റീവ് ഫോമാറ്റിൽ ആൻസർ പ്രൊവൈഡ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് കൊടുക്കാറുണ്ട്. ഈ ഒരു പാറ്റേണിൽ നോക്കുകയാണെങ്കിൽ ക്വിസ് വീക്ക് 1 അസസ്മെൻറ്റ് എന്നുണ്ട്, വീക്ക് 1 അസൈൻമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ വീക്ക് 1 അസൈൻമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കുകയാണെങ്കിൽ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു സ്പ്ലേസ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അവിടെ നമുക്ക് പാരഗ്രാഫ് ഫോർമാറ്റിൽ ടൈപ്പ് ചെയ്തിട്ട് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഒബ്ജക്റ്റീവ് ടൈപ്പ് അല്ലാതെ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പിലുള്ള അസൈൻമെൻറ്റുകളും ചില കോഴ്സുകളിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓപ്റ്റ് ചെയ്യുന്ന കോഴ്സ് ഏത് ടൈപ്പ് ഓഫ് കോഴ്സ് ആണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അസൈൻമെൻറ്റുകൾ പ്രോപ്പറായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇങ്ങനെ അസൈൻമെൻറ്റുകളും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്കറിയാനുള്ളത് ഗ്രേഡിംഗ് പോളിസിയാണ് അല്ലേ. നമ്മൾ ടോട്ടൽ ഇൻറ്റേർണൽ മാർക്ക് വരുന്നത് 30% ആണ്. അതായത് ഔട്ട് ഓഫ് 100 നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 30 മാർക്സ് വരുന്നത് ഇൻറ്റേർണൽ മാർക്കിനാണ്. അത് ഇതുപോലെ അസൈൻമെൻറ്റുകളും അസസ്മെൻറ്റുകളും ഒക്കെ കംപ്ലീറ്റ് ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് കിട്ടുക കേട്ടോ. ബാക്കി വരുന്ന 70%-നാണ് നമുക്ക് എക്സ്റ്റേണൽ എക്സാമിനേഷൻ ഉണ്ടായിരിക്കുക. സ്വയം സർട്ടിഫിക്കറ്റിന് നമ്മൾ എലിജിബിൾ ആവണമെങ്കിൽ ഇൻറ്റേർണൽ മാർക്ക് ഔട്ട് ഓഫ് 30ൽ മിനിമം 10 മാർക്കെങ്കിലും കിട്ടണം. അതുപോലെ തന്നെ എക്സ്റ്റേണൽ മാർക്ക് ഔട്ട് ഓഫ് 70ൽ മിനിമം 30 എങ്കിലും നമ്മൾ സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ സ്വയം സർട്ടിഫിക്കറ്റിന് നമ്മൾ എലിജിബിൾ ആവുള്ളൂ കേട്ടോ. അപ്പോൾ ടോട്ടൽ 100 മാർക്സിൽ 40 മാർക്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ സ്വയം എക്സാം പാസ്സായി എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അതിൽ തന്നെ എക്സ്റ്റേണൽ മാർക്കിൽ 40 മാർക്സ് കിട്ടി, ഇൻറ്റേർണൽ മാർക്ക് നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മൾ പാസ്സാവില്ല. ഇൻറ്റേർണൽ മാർക്സിൽ 30ൽ മിനിമം 10 കിട്ടണം, എക്സ്റ്റേണൽ 70ൽ മിനിമം 40 കിട്ടണം. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു കേട്ടോ. അതായത് ഇൻറ്റേർണൽ അസൈൻമെൻറ്റ്സുകളൊന്നും ചെയ്യാണ്ട് നമ്മൾ എക്സ്റ്റേണൽ ഔട്ട് ഓഫ് 70ൽ 70 കിട്ടിയാലും നമ്മൾ പാസ്സാവില്ല. ഇൻറ്റേർണലിൽ മിനിമം 30ൽ 10 മാർക്സെങ്കിലും നമ്മൾ സ്കോർ ചെയ്യുക എന്നുള്ളത് കമ്പൽസറി ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അസൈൻമെൻറ്റുകൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സാമിൻ്റെ ഡേറ്റ് അനൗൺസ് ചെയ്യുന്ന സമയത്ത് മെയിലിലൂടെ നമുക്ക് മെസ്സേജ് വരുന്നതാണ്. നമുക്ക് 3 സ്റ്റെപ്പുകളിലൂടെ ചലാൻ അടച്ച് എക്സാമിന് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് കേട്ടോ. നിങ്ങളുടെ എക്സാമിനേഷൻ സെൻറ്ററിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് ഇമെയിലിലൂടെ അറിയാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ എക്സാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് നമ്മുടെ കോഴ്സിൻ്റെ ഔട്ട്ലൈനിൽ കാണുന്ന മൈ സർട്ടിഫിക്കേഷൻ എന്നുള്ള പാർട്ടിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ സർട്ടിഫിക്കറ്റിൽ നിങ്ങളുടെ നെയിം, ഫോട്ടോഗ്രാഫ്, റോൾ നമ്പർ, ഫൈനൽ എക്സാമിൽ നിങ്ങൾ സ്കോർ ചെയ്തിട്ടുള്ള പെർസെൻറ്റേജൊക്കെ ഉണ്ടായിരിക്കുന്നതാണ്. ഇതോടുകൂടെ ഈ ഒരു സെഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സ്വയം റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഡൗട്ടുകളും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഫർദർ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ് കേട്ടോ. താങ്ക്